ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു WinTrader. ഗ്യാപ് ഡൗണിലും ഗ്യാപ്പ് അപ്പിലും മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കോൾ സെലക്ട് ചെയ്യണോ, പുട്ട് സെലക്ട് ചെയ്യണോ, അതിലെവിടെ എൻട്രി എടുക്കണം, എതുവരെ എക്സിറ്റ് ചെയ്യണം, ഏത് പോയിന്റിൽ നമ്മൾ വരെ റിവേഴ്സ് പോകും, മാർക്കറ്റ് കൺഫ്യൂസിങ് ആണ്. ചിലപ്പോൾ അതേ റിവേഴ്സിൽ മാർക്കറ്റ് മേളിലും പോകും, പിന്നെ താഴെ ഇറങ്ങും. അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള എൻട്രി ലെവൽ നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ വഴി കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റും ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓപ്ഷൻസിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഓപ്ഷൻസും. അതേപോലെ തന്നെ കറക്റ്റായിട്ടൊരു എൻട്രി സോഫ്റ്റ്വെയർ കാണിച്ചു തരികയും ചെയ്യും. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇന്നത്തെ ലൈവ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വളരെ ഗ്യാപ് ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റ് അത്രയും തന്നെ റിവേഴ്സ് പോയിട്ട് പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹ്യൂജ് ഡൗൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 43,600 നല്ലൊരു പ്രോഫിറ്റ് ലെവൽ, 265 നമ്മൾ പ്രോഫിറ്റ് ലെവൽ എടുത്തിട്ട് 667 വരെ ആദ്യത്തെ മോർണിംഗിൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 12 മണിക്ക് മുമ്പ് നമ്മൾ എക്സിറ്റും ചെയ്ത് പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റ് പിന്നെയും ഒരു 300 പോയിന്റ് പിന്നെയും അടിച്ച് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലത്തെ നമുക്ക് ആക്ച്വലി മിനിമം ടൈം കൊണ്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം. അത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും മതി. ഇതേ ഒരു മെത്തേഡ് നമുക്ക് ഏത് സമയത്തും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയാൽ നല്ലൊരു എൻട്രി ലെവൽ, നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ WinTrader സെലക്ട് ചെയ്യണം, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇന്നത്തെ ലൈവ് പെർഫോമൻസിലൂടെ. ഓക്കെ, അപ്പം ഇതിനൊരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്ത് തരാം നിങ്ങൾ എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണം, എങ്ങനെ സോഫ്റ്റ്വെയർ കൂടുതൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കാണിച്ചത്. ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ നടന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പം ഇത് ഫ്യൂച്ചറിൻ്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം മോർണിംഗിലൊരു 9:20 നമുക്ക് സെൽ സിഗ്നൽ തന്നിട്ടുണ്ട്. അത് അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് ഡൗൺ ലെവലിലേക്ക് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കളർ ഡൗൺ ആരോ ആണ് ആക്ച്വലി സെൽ സിഗ്നൽ, ഗ്രീൻ കളറാണ് ബൈ സിഗ്നൽ. നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ തരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം മേളിലും താഴെയായിട്ട് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ആരോ ആണ്, ഈ സെൽ സിഗ്നൽ വന്ന സമയമാണ് ഈ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് 1:45. അപ്പം അതിൻ്റെ എൻട്രി ലെവലാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡും ടാർഗറ്റ്, 3 ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 70 പോയിന്റിൻ്റെ ഡിഫറൻസിലാണ് ഓരോരോ ടാർഗറ്റും വരുന്നത്. അതേപോലെ സമയത്തെ, അതായത് ഏത് സമയത്ത് റേറ്റ് ആണ് ഇവിടെ നടക്കുന്നത് ആ സമയത്ത് സ്റ്റോപ്പ് ലോസ്, അതായത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം. സാധാരണ സിഗ്നൽ തരികയാണെങ്കിൽ നമുക്ക് ആക്ച്വലി സിഗ്നലിൻ്റെ അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയർ കൺഫർമേഷൻ ലെവൽസ് ഒരു 3 ലെവലിലേക്ക് നമ്മൾ പറയുന്നുണ്ട്. ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാർ കളറും പ്രൈസ് ആൻഡ് സെൽ സോണും. അപ്പോൾ ഇത് 3ഉം ഓക്കെ അതിന് ശേഷമേ നമ്മൾ ആക്ച്വലി എടുക്കാറുള്ളൂ, അതും അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ. പക്ഷേ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഒരു ഹ്യൂജ് ഹൈക്കിന് ശേഷം അപ്രോക്സിമേറ്റ് ഒരു നല്ലൊരു 400-500 പോയിന്റ്സ് ഒക്കെ അടിച്ചൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്നും മാർക്കറ്റ് ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് ഡൗൺ ആണ്. അപ്പോൾ ആ ഹ്യൂജ് ഡൗണിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആക്ച്വലി ഒന്നും മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് പോകും ഒബ്വിയസ്ലി. അപ്പോൾ ചില സമയത്തെ അത് അതേ ലെവലിലേക്ക് പിന്നെ ഇറങ്ങാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ലെവൽ വരും. അതായത് ഗ്യാപ് ഡൗൺ പിന്നെയും അതേ പോയിന്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു സപ്പോർട്ട്, അതായത് ബ്ലൂ കളർ സ്റ്റാർ വന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് പോവുള്ളൂ. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് റിവേഴ്സ് പോയിട്ടാണ് പിന്നെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ലെവലാണ് നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ലെവൽ അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ 43,496 ആ ഒരു ലെവലിലാണ് ബ്രേക്കൗട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ലെവലിൽ ബ്രേക്കൗട്ട് പോകുമ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് അവിടുന്ന് ആ പോർഷൻ എടുക്കാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സമയത്ത് ജസ്റ്റ് വന്ന സമയത്ത് ബ്രേക്കൗട്ട് പോയ സമയത്ത് കൺഫേം ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കൺഫർമേഷൻ ലെവൽ സെക്കൻഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പോർഷൻ എടുക്കാം. അപ്പം അപ്രോക്സിമേറ്റ് നമുക്ക് ആ സമയത്ത് റേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ അപ്രോക്സിമേറ്റ് 43,429. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആക്ച്വലി 200 പോയിന്റ്സ് മുന്നിലേക്ക് എടുത്തു. അപ്പോൾ പുട്ട് ഓപ്ഷൻ നമുക്ക് വരുമ്പോൾ ഇന്ത മണിയിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നടക്കുന്ന റേറ്റിൻ്റെ ഒരു 200 പോയിന്റ്സ് നമുക്ക് മുന്നിലേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ 400 ആണ് നടക്കുന്നത്. 43,400 ആണെങ്കിൽ 400 എടുക്കാം, പക്ഷെ അത് അറ്റ് മണിയാണ്. അപ്പോൾ ഇന്ത മണിയിലേക്ക് എടുക്കുമ്പോൾ 100 പോയിന്റ് മുന്നിലേക്ക് എടുക്കണം. അപ്പോൾ 600ൻ്റെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്.
അപ്പം 600 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മെയിലിൽ കാണാൻ പറ്റും. ഇപ്പം ബൈസിക്കിളിൽ തന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മെയിലും താഴെ കൊടുക്കും. അപ്പോൾ ബൈസിക്കിളിൽ രാവിലെ ഒരു അപ്രോക്സിമേറ്റ് ഒരു 9:20 വന്നതിന് ശേഷം ബ്രേക്കൗട്ട് പോയിരിക്കുന്ന ഈ ഒരു ലെവലിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ 265 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് മോർണിംഗിൽ നല്ലൊരു ബ്രേക്കൗട്ട് ലെവൽ, നല്ലൊരു ഹ്യൂജ് ഹൈക്കിലേക്ക് ഒരു 667 പോയിന്റ് വരെ നമുക്ക് അടിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റൊരു ബ്രേക്കായിരുന്നു. അപ്പോൾ ആ ഒറ്റ ബ്രേക്കിന് അവിടെ നിന്ന് താഴെ ഇറങ്ങുന്നത് വരെ നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്യായിരുന്നു. ആ ഒരു റേഞ്ചിലാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. നല്ലൊരു ലെവൽ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് ബ്രേക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. ഒരു സിഗ്നൽ വന്നതിന് ശേഷം നമുക്ക് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസിങ് ബൈ സോൺ അല്ലെങ്കിൽ സെൽ സോൺ വന്നതിന് ശേഷം ഫസ്റ്റ് ബ്രേക്കൗട്ട് എവിടെ നിന്നാണോ പോകുന്നത് ആ ബ്രേക്കിൽ എടുക്കുക. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ പ്രത്യേകിച്ച് സിഗ്നൽ വന്നതിന് ശേഷം പിന്നെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട്, അതായത് ഡൗൺ ആണ് ഇറങ്ങുന്നെങ്കിൽ സപ്പോർട്ട്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്തതിന് ശേഷമേ നമ്മൾ ആ പോർഷൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ആ പോർഷൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പം അവിടെ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ബ്രേക്ക് ചെയ്ത ലെവൽ ഇതാണ്. ആ ബ്രേക്ക് ചെയ്ത ലെവലിൽ നിന്നായിരുന്നു നമ്മൾ പോർഷൻ എടുക്കേണ്ടത്. അവിടെ നമ്മൾ എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് ലെവൽ, ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്നവരെ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമ്മൾ ആ സമയത്ത് 12 മണി കഴിഞ്ഞത് 12 മണി 5 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ടും മാർക്കറ്റ് പിന്നെയും ഒരു സെൽ സിഗ്നൽ തന്നിരുന്നു. ആ സെൽ സിഗ്നൽ കൺഫേം ആകാതെ പിന്നെയും തിരിച്ച് അതേ ലെവലിലേക്ക് ബ്രേക്കൗട്ട് തന്നിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്. ബൈ കൺഫേംഡ് അല്ല, നമ്മുടെ ലെവൽസ് ഒന്നും കംപ്ലീറ്റഡ് അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും സെല്ല് വന്നു. പിന്നെ അവിടെ കൺഫർമേഷൻ നോക്കേണ്ട കാര്യമില്ല നമ്മൾക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഓൾറെഡി സെൽ സോണിലേക്ക് നടക്കുമ്പോൾ ബൈ കൺഫേം ആകാതെ തിരിച്ച് പിന്നെ ഇറങ്ങുമ്പോൾ നമുക്ക് അവിടുന്ന് ലെവലിൽ കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് നോക്കേണ്ട കാര്യമില്ല. അവിടെ കൺഫേംഡ് ആണ്. ആ ലെവല് സിഗ്നൽ വരുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിൽ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം സിഗ്നൽ വന്ന് ഇതിവിടെ സിഗ്നൽ വന്നു. അപ്രോക്സിമേറ്റ് 11:35 വന്നു, 568 വന്നു. നേരെ ബ്രേക്ക് ചെയ്ത് 351 പോയിന്റ് ഇറങ്ങി 920 പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ് ക്ലോസ് ആവുന്ന സമയത്ത് 920 ആയിരുന്നു പ്രോഫിറ്റ് റേറ്റ്. ആ സമയം വരെ നമുക്ക് ആക്ച്വലി ബൈ ആയിരുന്നു. കണ്ടിന്യൂവേഷൻ ആയിരുന്നു ബൈയുടെ. നമുക്ക് നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എടുത്ത് എക്സിറ്റ് ചെയ്തവർക്ക് പിന്നെ എടുക്കണം നിർബന്ധമില്ല, എടുക്കാം. പക്ഷേ എന്നാലും അവിടുന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് 10,000 റുപ്പീസിൻ്റെ മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ 265 എന്നുള്ള ഒരുപാട് മാർജിൻ ഇല്ല. അപ്രോക്സിമേറ്റ് 6,625 ആ ഒരു റേഞ്ചിൽ നമുക്ക് ആക്ച്വലി മാർജിൻ വരുള്ളൂ. അവിടെ നമ്മൾ എടുത്തിരുന്നെങ്കിൽ നല്ലൊരു ഹ്യൂജ് ലെവലിലേക്ക് ബ്രേക്കൗട്ട് എടുത്തിട്ട് നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഇതിൽ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ബ്രേക്കൗട്ട്, നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമ്മൾ ബുക്ക് ചെയ്ത് ഇറങ്ങിയും കഴിഞ്ഞു. അപ്പം ഇതേ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. ഓപ്ഷൻസിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇക്വിറ്റിയിലാണെങ്കിലും കമോഡിറ്റിയിലാണെങ്കിലും ഫോറക്സ് മാർക്കറ്റിലാണെങ്കിലും ഏത് മെത്തേഡിലും നിങ്ങൾക്ക് ഇതേ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് ട്രേഡ് ചെയ്ത് സക്സസ്ഫുൾ ആകാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ പ്രോപ്പറായിട്ട് എങ്ങനെ എൻട്രി എടുക്കണം, എക്സിറ്റ് ചെയ്യണം, സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെമോ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ ഗൈഡ് ചെയ്ത് തരാം. സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന രീതിയും ഒരു ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.